പിതാവിൻ്റെ വിശ്രമ ജീവിതത്തെക്കുറിച്ച് മേൽപ്പെട്ട ശുശ്രൂഷ അങ്ങനെ ഇപ്പം വലിയ പരിപാടിയൊന്നുമില്ല. തന്നെത്താനെ ആദ്യം കൂടി പുസ്തകം എഴുതി. ഞാൻ എഴുതുന്നില്ല. 8 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം 6 എഴുതിയിട്ടുണ്ട്. അവിടെ വെച്ച് 2 എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എഴുത്ത് നിർത്തി. കാരണം എഴുതിയാൽ ആരും വായിക്കില്ല എന്ന് കണ്ടുകൊണ്ട് ഇനി എഴുതണ്ടെന്ന് തീരുമാനിച്ചു. പിതാവിൻ്റെ വായിച്ചുകൊണ്ടിരിക്കും. പിതാവിൻ്റെ യാത്രകളിൽ പിതാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയായിരുന്നു? ഞാൻ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. അമേരിക്കയിലും കാനഡയിലും പോയിട്ടുണ്ട്. കുറേ ആഫ്രിക്കയിലെ രാജ്യങ്ങളിലധികം പോയിട്ടുണ്ട്. ഈജിപ്തിൽ പോയിട്ടുണ്ട്. യൂറോപ്പിൽ എങ്ങനെ ചൈന തൊട്ട് പോയി. ചൈന തൊട്ട് പടിഞ്ഞാറോട്ട് എല്ലാ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. റഷ്യയിലും പോയിട്ടുണ്ട്. മോസ്കോ, സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ് അവിടെയൊക്കെ പോയിട്ടുണ്ട്. താമസിച്ചിട്ടുണ്ട്. എല്ലാം കണ്ടിട്ടുണ്ട്. എനിക്ക് ചരിത്ര ബോധം കുറേ ഉണ്ട്. അതുകൊണ്ട് ഓരോ സ്ഥലത്ത് നിന്ന് എന്നതാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ ലെനിൻഗ്രാഡ് ചെന്ന എന്നതാ എനിക്കറിയാം. അത് ആ മ്യൂസിയം, ഇനി ആ പാർക്ക്. മോസ്കോയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്നാ ഉള്ളത് അറിയാം. അറിയാവുന്നതുകൊണ്ട് പോയി കാണുമ്പോൾ എന്നോട് പറയണ്ട. എല്ലാം എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ആസ്വദിച്ചിരുന്നത്. അല്ലെങ്കിൽ ഹംഗറിയിൽ ബുഡാപെസ്റ്റ്, ഗ്രീസ് എനിക്ക് 2 തവണയും പോയിട്ടുണ്ട്. അവിടെ പുരാതന മോണിമെൻറ്റ്സ് എല്ലാം കണ്ട എനിക്ക് മനസ്സിലാവും എന്നാണ് അറിയാം. കാരണം യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും പോയിട്ടൊരു രാജ്യമില്ല. അവിടുത്തെ എല്ലാ സ്ഥലങ്ങളിൽ പാരീസിലേക്ക് പലതവണ പോയിട്ടുണ്ട്. വെറുതെ പാരീസ് കാണാൻ പോകണമില്ല, മോണിമെൻറ്റ്സ് കാണാൻ പോകണം. മോണിമെൻറ്റ്സ് അതെല്ലാം ആസ്വദിച്ചിരുന്നു. മ്യൂസിയംസ് ഒക്കെ ഉണ്ട്. മ്യൂസിയം പോയി കാണും. ബ്രിട്ടീഷ് മ്യൂസിയം, പാരീസിലെ മ്യൂസിയം ഉണ്ട്, ബെർലിനിലുണ്ട്, അവിടെ ഓക്സ്ഫോർഡിൽ, എഡിൻബറോ അവിടെ ഉണ്ട്, അമേരിക്കയിൽ ന്യൂയോർക്ക് കുട്ടിയിൽ അവിടെയെല്ലാം പോകുമായിരുന്നു. ഇങ്ങനെ ലൈബ്രറികൾ, മ്യൂസിയങ്ങൾ എങ്ങനെല്ലാം പോയി കാണുമായിരുന്നു. ഞാൻ കണ്ടത്. പിതാവിന് ഭാഷകൾ പഠിക്കാനൊരു പ്രത്യേക കഴിവുണ്ടല്ലോ. അത് കഴിവൊന്നുമില്ല എനിക്ക്. ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കുന്നതാണ്. ഒരു ഭാഷയും എളുപ്പമല്ല. ഞാൻ തന്നെ പഴയ ഗ്രീക്കും ഹീബ്രുവും അർമായിക്കും സുറിയാനിയൊക്കെ ബുദ്ധിമുട്ടി പഠിക്കുന്നതാണ്. അറിയാം, ഞാൻ മറന്നിട്ടില്ല എന്നുള്ളത്. മറക്കാതെ വേണമെങ്കിൽ പഠിച്ച ജർമ്മനും ഫ്രഞ്ചും ഇറ്റാലിയനും ഇംഗ്ലീഷും ഒക്കെ അറിയാം. ഹിന്ദി പഠിച്ചെങ്കിൽ മറന്നും പോയി. തമിഴ് വായിക്കാൻ പഠിച്ചായിരുന്നു. ഇപ്പം കഷ്ടിച്ച് തിരിച്ചൊക്കെ വായിക്കാം. മറ്റു ഭാഷകൾ, യൂറോപ്യൻ ഭാഷകളൊക്കെ കുറേയൊക്കെ അറിയാം. ഇറ്റാലിയനും ഫ്രഞ്ചും ജർമ്മനും ഒക്കെ അറിയാം. അത് നന്നായിട്ട് അറിയാം. അതിൻ്റെ ഒരു പ്രാർത്ഥനാ ശൈലി ജീവിതത്തിൽ അനുദിനം എന്നുള്ള ഒരു ശൈലി, പ്രാർത്ഥനാ ശൈലി ഇപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിന് കൃത്യം നിജമൊന്നുമില്ല. അതായത് രാവിലെ 11 മണിക്ക് പള്ളി പോയി പ്രാർത്ഥന. രാവിലെ കുർബാനയ്ക്ക് മുമ്പ് പ്രാർത്ഥനയുണ്ട്, യാമപ്രാർത്ഥനയുണ്ട്. യാമപ്രാർത്ഥനയിലും പിന്നെ കുറേ ധ്യാനം നടത്തും. പിന്നെ കുർബാനയുണ്ട്. രാവിലെ ഒരു 6 മണിക്ക് തൊട്ടാണ് 7 മണി 7 വരെ പോകും. പിന്നെ ഒരു 11 മണി 10 മണിയാകുമ്പോഴത്തേക്കും പള്ളിയിൽ പോയിരിക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിയാകുമ്പോൾ ഇത്തിരി പ്രാർത്ഥനയുണ്ട്. പിന്നെ വൈകുന്നേരം ഒരു 7 മണിക്ക് റംസായും റോസറിയൊക്കെ ഉണ്ടാവും. പിന്നെ അത്താഴം കഴിഞ്ഞിട്ട് വന്നിട്ട് ലിലിയായും ചെല്ലും. എനിക്ക് പൊതുവെ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ കപ്പയുടെ തൊട്ടടുത്തുള്ളതുകൊണ്ട് എളുപ്പമുണ്ട്. ദൂരേക്കൊന്നും പോകണ്ട. പള്ളിയിൽ നടന്ന് കോലാകല വേണ്ട, അങ്ങോട്ട് പോകാൻ പറ്റില്ല. തൊട്ടടുത്ത് കപ്പ, നല്ല കപ്പയുടെയാണ്, സൗകര്യമാണ്, പരമ ശാന്തമാണ്. ഉണ്ട്, ആരോടും ചോദിക്കണ്ട. എന്നെ മുറി നേരെ കപ്പലിട്ട് പോയാൽ. പിതാവ് എല്ലാ കാലഘട്ടത്തിലും ജനങ്ങൾക്കൊപ്പം എല്ലാ സാമൂഹിക പ്രശ്നങ്ങളിലും ഉണ്ടായിരുന്നു, രൂപതയുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണല്ലോ ഈ അടുത്ത് രാജപാതയുടെ ഒരു വിഷയം വന്നപ്പോഴും പിതാവ് ഏറ്റവും മുമ്പിലുണ്ടായിരുന്നു, എല്ലാവർക്കും ഒരു നേതൃത്വം നൽകിക്കൊണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ, പങ്കുവയ്ക്കാം? അത് ഇപ്പോൾ ഈ നമ്മുടെ ഈ ഹൈറേഞ്ചിലെ ജനങ്ങളിപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. കാരണം ഇപ്പോൾ കുട്ടമ്പുഴ, ഞായപ്പള്ളി, അങ്ങോട്ട് പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. മണികണ്ഠൻചാല്, കല്ലേരിവേട്, അവിടെയുള്ള മനുഷ്യർക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിന് ഈ വന്യമൃഗങ്ങളുടെ ശല്യം, ആന, കുരങ്ങ്, പന്നി, മയിൽ എല്ലാം കൃഷി നശിപ്പിച്ച് കളയുന്നു. ജീവിക്കാൻ മനുഷ്യർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഗവൺമെൻറ് അവർ സഹായകര ഒരു നിലപാടല്ല എടുക്കുന്നത്. അതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. ഈ ജനങ്ങൾ ഇറങ്ങി പോയിക്കൊള്ളട്ടെ ചിന്തയാണ്. ആ ഭാഗത്ത് മാത്രമല്ല, നമ്മൾ ഹൈറേഞ്ച് പല ഭാഗങ്ങളിൽ ഇതേ വലിയ ബുദ്ധിമുട്ടുണ്ട് മനുഷ്യൻ ജീവിക്കാൻ. ഈ എന്നാ പറയുന്നത്, സബർബൻ ഏരിയ നല്ല ഈ വനത്തോട് അടുത്തുള്ള പ്രദേശങ്ങളെല്ലാം വലിയ ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ. അവിടെ എന്തൊക്കെ ഒന്ന് കൃഷി ചെയ്താൽ ജീവിക്കാൻ പറ്റില്ല അവിടെ.
ആ ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ഗവൺമെൻറ് ഒരു നിശബ്ദമായ പ്രോത്സാഹനം കൊടുക്കുന്നത് ഒരു സംശയമുണ്ട്. അങ്ങനെ ഭാരതന്മാരാ പ്രോത്സാഹനം കൊടുക്കുന്നത്. ഈ ഒരു വഴിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇതിലെ ആലുവ മൂന്നാർ റോഡ് ഉണ്ട്, പഴയ റോഡാണ് അത്. ആലുവ മൂന്നാർ റോഡ് പോയിക്കൊണ്ടിരുന്നത് കുട്ടമ്പുഴ കൂടി, ഞായപ്പള്ളി കൂടി, മണികണ്ഠചാല്, കലേരിവേട് കൂടിയിട്ട് മാങ്കുളം കൂടി, ലക്ഷ്മി എസ്റ്റേറ്റ് കൂടി മൂന്നാറിനെ പോയിക്കൊണ്ടിരുന്നത്. ഇതിൽ വഴിയാണ് ഗവൺമെൻറ് ബ്രിട്ടീഷുകാരുടെ അകത്തുള്ള വഴിയാണ്. ബ്രിട്ടീഷുകാർ തേയില മൂന്നാറിൽ നിന്ന് കൊണ്ടുപോയി നീല കൊണ്ടുപോയി കൊച്ചി കൊണ്ടുപോയ സ്ഥലമാണ്. രാജപാതയാണ്. രാജാവിൻ്റെ അതാണ്. പിതാവ് അതിൽ സഞ്ചരിച്ചിട്ടുണ്ടല്ലോ. അതിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ഞാൻ പലതവണ പോയിട്ടുണ്ട്. അതിൽ ജീപ്പിന് പോയിട്ടുണ്ട്, രാത്രിയിലും പോയിട്ടുണ്ട്, പകലും പോയിട്ടുണ്ട്. അന്ന് അതിനൊന്നും ഇല്ലായിരുന്നു, ചെലവില്ലായിരുന്നു, പോയിട്ടുണ്ട്. അന്ന് അതിൽ ആളുകൾ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ പെട്ടെന്ന് അവരങ്ങോട്ട് വഴി അടച്ചു, വനമാണെന്ന് പ്രഖ്യാപിച്ചു. അപ്പം അതിന് പള്ളിയിൽ ജനങ്ങളെല്ലാം അങ്ങോട്ട് കയറി. അല്ല, വനമല്ല ഇത്, വഴിയായത്. അതിൻ്റെ വഴിയുടെ റവന്യൂ ഭൂമിയാണ്. അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പരും ഉണ്ട്, എൻ്റെ കയ്യിൽ നമ്പരെല്ലാം ഉണ്ട്. അത് മാത്രമല്ല, രാജപാത ആയിരുന്നുള്ളതിൻ്റെ തെളിവെല്ലാം ഉണ്ട്. അതിൻ്റെ ഒരു 10-200 പേജ് അതിൻ്റെ എവിഡൻസ് ഉണ്ട്. എല്ലാം വെച്ചിട്ട് എന്നെ വിളിച്ച് വെച്ചം പറഞ്ഞ് ഒന്ന് വരാവോ, ഞങ്ങളൊരു മീറ്റിംഗ്, പ്രതിഷേധ മീറ്റിംഗ് നടന്നുണ്ട്. വെച്ചം വന്ന് ഞാനും പോകാമെന്ന് പറഞ്ഞ്. MLA വന്നു, MP വന്നു, പിന്നെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അവരെല്ലാം വന്നു. എല്ലാ ജാതി നാനായ മത്സരം വന്നു. ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഹിന്ദുക്കളും ആദിവാസികളും എല്ലാവരും വന്നു. അവർ നല്ലൊരു മീറ്റിംഗ് ആയിരുന്നത് പൂയംകുട്ടിയിൽ. മീറ്റിംഗ് ഞാൻ പറഞ്ഞു, ഞാൻ ഈ വഴിക്കൂടെ 4 തവണ പോയിട്ടില്ല, നുണയല്ല, 4 തവണ പോയിട്ടുണ്ടല്ലേ. അതിൽ പോയി കുറച്ചുകൂടി കഴിഞ്ഞാലും വെള്ളച്ചാട്ടമുണ്ട്, മണികണ്ഠചാല് നാട്, കലേലിമാട്ടെന്നിരിക്കും. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ ആവറൂട്ടിൽ നിന്ന് തന്നെ മാങ്കുളത്തിന് പോവാം, മാങ്കുളം ആനക്കുളത്തിനും പോവാം. അവിടെ നിന്ന് മാങ്കുളത്ത് നിന്ന് പിന്നെ ലക്ഷ്മി എസ്റ്റേറ്റ് കൂടി മൂന്നാറിന് പോവാം. ഞാൻ ഒത്തിരി തവണ പോയിട്ടില്ല അതിൽ. ആ വഴി പെട്ടെന്ന് ഇങ്ങനെ അടച്ചു. അത് ശരിയല്ല, അത് ജനങ്ങളെ ഇത് കഷ്ടപ്പെടുത്തരുത്. ഈ വഴി നടന്നുകൊണ്ടിരുന്ന വഴി തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞ്. ഇനി വേറൊന്ന് ഇതിൽ പോവുകയാണെങ്കിൽ, ഈ ടൂറിസത്തിന് അങ്ങേയറ്റം വലിയ പ്രോത്സാഹനമായിരുന്നു. അതിൽ പോയി കഴിഞ്ഞാൽ കയറ്റം വളരെ കുറവാണ്. ആലുവ മൂന്നാർ കുട്ടമ്പുഴ ഒരു മൂന്നാർ കയറ്റമൊന്നുമില്ല, കാര്യമായ കയറ്റമൊന്നുമില്ല. 10-30 അടി കൂടുതൽ കയറ്റം കാണില്ല പലയിടത്തും. അപ്പോൾ അതിൽ പോകാവുന്ന ടൂറിസ്റ്റ് വണ്ടികൾ ധാരാളം പോകുന്നതിൽ ആ മലയുടെ മുകളിൽ നിന്ന് നാട് മുഴുവൻ കാണാം. വളരെ മനോഹരമായ കാഴ്ചയാണ്. അതുകൊണ്ട് അത് തുറന്നു കൊടുക്കുകയാണെങ്കിൽ ടൂറിസത്തിന് വികസിക്കും. അതുകൊണ്ടൊക്കെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഏതായാലും അതിന് ഉടനെ പിന്നെ ഞങ്ങൾ നടക്കുകയും ചെയ്യും കുറേ ഇടാൻ. പിന്നെ തീർച്ചയായിട്ടും അതിൽ ഞങ്ങൾ കുറേ മുമ്പോട്ട് 1 കിലോമീറ്റർ നടന്ന് തിരിച്ചുമാടെ നടന്നു. അപ്പോൾ അവർ കള്ളക്കേസെടുത്തു. അവർ നാശനഷ്ടം വരുത്തിയത്. ഒരു നഷ്ടം വരുത്തിയില്ല. ജനങ്ങളോട് പ്രത്യേകം പറഞ്ഞത്, ഒരു നാശവും വരുത്തരുത്, ഒരു ചുളി പോലും ഒടിക്കരുത്, ഒന്നും ചെയ്യുന്നത് ഒന്നും ചെയ്തില്ല. കള്ളക്കേസുണ്ടാക്കി. അതെ, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ജനങ്ങളുടെ സൗകര്യങ്ങൾ നോക്കുകയല്ല, വനം വർദ്ധിപ്പിക്കുക. വനപാലകന്മാരുടെ ജോലി അതാ, വനം വർദ്ധിപ്പിക്കുക. എല്ലാ ദിവസവും പദ്ധതി കാണാൻ ആന ഇതിനെ കൊന്നു, കടുവ കയറി നടക്കുന്നു. പണ്ട് ഈ കുട്ടമ്പുഴ കടുവയൊന്നും ഇല്ലായിരുന്നു, പുലിയില്ലായിരുന്നില്ല. ആനയുണ്ട്, പക്ഷേ ലിമിറ്റഡ് ആയിരുന്നു. ഇപ്പോൾ അതെല്ലാം വർദ്ധിക്കാൻ കാരണം ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോത്സാഹനം ഞാൻ പറയുന്നില്ല, കണ്ണടച്ചു ഗവൺമെൻറ്. വനം വലുതായിക്കോട്ടെ, ജനം കഷ്ടപ്പെട്ടോട്ടെ ചിന്ത. അതിപ്പോൾ കൃഷി ചെയ്ത് ജീവിക്കാൻ മനുഷ്യന് സാധിക്കാത്തതുകൊണ്ട് ഹൈറേഞ്ച് നാടുകളിൽ സ്ഥലം വിറ്റിട്ട് പോരുക, അല്ലെങ്കിൽ വെറുതെ ഇട്ടിട്ട് പോരുക. ഹൈറേഞ്ച് മാത്രമല്ല, മലബാറിൽ ഇതേ പ്രോബ്ലം ഉണ്ട്. അത് ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നൊരു ഗവൺമെൻറ് അല്ല, മൃഗങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നൊരു ഗവൺമെൻറ്റായിട്ട് മാറിയതെന്ന് കേട്ടുള്ളത്. പിന്നെ അതുപോലെ പിതാവ് വായനയുടെ ലോകത്താണെങ്കിലും വായനയിൽ ഒത്തിരിയേറെ സന്തോഷം കണ്ടെത്തുകയും അതുപോലെ അറിവ് പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. പിതാവിൻ്റെ ഈ വായനാശീലം ചെറുപ്പം മുതലേ ഉള്ളതാണോ? ഒരു വായിക്കുമായിരുന്നു. ഞാൻ പണ്ടായിട്ട് വായിക്കാമെന്ന് സെമിനാറിലൊക്കെ ആയിരുന്നു. പഠിക്കാനുള്ളതൊക്കെ പഠിക്കും, ബാക്കിയുള്ള സമയങ്ങളിൽ ലൈബ്രറിയിൽ ബുക്സൊക്കെ എടുത്ത് വായിക്കും. പതിവുണ്ടായിരുന്നു അങ്ങനെ. എല്ലാതരം ബുക്സും വായിച്ചു. ലിറ്ററേച്ചർ വായിക്കും, അങ്ങനെ എല്ലാത്തരം ലിറ്ററേച്ചറും വായിക്കും. ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് അങ്ങനെ പതിവുണ്ടായിരുന്നു. പിന്നെ ആ വായിക്കുന്ന കാര്യമെല്ലാം ഓർത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കുറേയൊക്കെ. ഇനിയിപ്പം വാർത്തയ്ക്ക് ആണ്ട് ഓർമ്മയൊക്കെ കുറേ പോയിട്ടുണ്ട്. എന്നാലും വായിക്കുന്ന സ്വഭാവമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഒത്തിരി നന്ദി പിതാവ്, ഇത്രയും സമയം ഞങ്ങളുമായിട്ട് ഒപ്പം പിതാവിൻ്റെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചത്. വിലയേറിയ അനുഭവങ്ങളാണ്. തീർച്ചയായിട്ടും ഈ രൂപതയുടെ ചരിത്രം തന്നെയാണ് പിതാവിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്.
പിതാവിന് രൂപതാ കുടുംബത്തിൻ്റെ പേരിൽ ഒത്തിരിയേറെ സ്നേഹത്തോടു കൂടി നന്ദി. താങ്ക് യു.